മക്കളെ വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് NCERT CBSE ക്ലാസ് 9th ചാപ്റ്റർ 2 പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 ആണ്. യൂസ് സ്യൂട്ടബിൾ ഐഡൻറ്റിറ്റീസ് ടു ഫൈൻഡ് ദ ഫോളോയിങ് പ്രൊഡക്റ്റ്. താഴെ തന്നിരിക്കുന്ന പ്രൊഡക്റ്റുകൾ കാണാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് കാണാനാണ് പറയുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ എക്സസൈസിൻ്റെ മുമ്പായിട്ട് ഒരു 8ഓളം ഐഡൻറ്റിറ്റീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലേതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് ഈ താഴെ തന്നിരിക്കുന്ന 5 ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റത്തത് x+4 x+10. ഞാൻ ഈ ഐഡൻറ്റിറ്റി പറയുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഇത് ഏത് ഐഡൻറ്റിറ്റി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? നോക്കിയേ, എക്സ് 4 10. ഏത് ഐഡൻറ്റിറ്റി ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുക? x+a ഇൻറ്റു x+b എന്നുള്ള ഐഡൻറ്റിറ്റി ആണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, x+a ഇൻറ്റു x+b എന്താണ്? x² പ്ലസ് a+b ഇൻറ്റു എക്സ് പ്ലസ് ab എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ്, എയുടെ സ്ഥാനത്ത് 4 ആണ്, ബിയുടെ സ്ഥാനത്ത് 10 ആണ്. അത് നമ്മൾ ഇതിൽ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ x² പ്ലസ് 4 പ്ലസ് 10 ഇൻറ്റു എക്സ് പ്ലസ് 4 ഇൻറ്റു 10. 4ലോട്ട് 10 കൂട്ടണം. അപ്പോൾ എത്രയായി? 14. 4 ഇൻറ്റു 10 അത് എത്രയാണ്? 14. ഓക്കെ, അപ്പോൾ x² പ്ലസ് 14x പ്ലസ് 40 എന്ന് കിട്ടും. ദെൻ രണ്ടാമത്തത് x+8 x-10. നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്ന ഐഡൻറ്റിറ്റി ആരെ തന്നെയാണ്? ഈ ഐഡൻറ്റിറ്റി തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഐഡൻറ്റിറ്റി പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് വന്നു എന്നുള്ളതാണ്. ആ മൈനസിനെ നമ്മളിതാ ഇങ്ങനെ എഴുതും, +-10 എന്ന് എഴുതും. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 8 ആണ്, ബി എന്ന് പറയുന്നത് -10 ആണ്. മക്കളെ വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇത് ഐഡൻറ്റിറ്റി ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫൈൻഡ് ദ പ്രൊഡക്റ്റ് എന്നാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഐഡൻറ്റിറ്റിയിൽ വേണമല്ലോ യൂസ് ചെയ്യാമെന്നൊന്ന് ആലോചിച്ചിരുന്ന് കണ്ട് ടൈം കളയരുത്. ഫസ്റ്റ് ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ നമ്പറിനെയും സെക്കൻഡ് ബ്രാക്കറ്റിനുള്ളിലുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആ രീതിയിലൊന്ന് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ x ഇൻറ്റു എക്സ് എത്രയാണ്? x². നമുക്കിവിടെ സൈഡിൽ ചെയ്യാം, അപ്പോഴല്ലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. x². പിന്നെ അടുത്തത് x ഇൻറ്റു -10. അപ്പം -10x. അപ്പോൾ എക്സിനെ 2 നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. അടുത്ത് 8 ഇൻറ്റു എക്സ് പ്ലസ് 8x. ദെൻ 8 ഇൻറ്റു -10 -80. ഒരെണ്ണം മൈനസ് ആവുമ്പോൾ ആൻസർ മൈനസ് ആവുന്നതാണല്ലോ. ഇനി ഞാനിവിടെ ഐഡൻറ്റിറ്റി കൊടുത്തു. ഇവിടെ എ എന്ന് പറയുന്നത് 8 ആണ്, ബി എന്ന് പറയുന്നത് -10 ആണ്. ഞാൻ ഐഡൻറ്റിറ്റിയിൽ കൊടുക്കാൻ പോകുന്നു കേട്ടോ. x². ഓക്കെ, x² a+b എന്ന് പറയുമ്പോൾ 8 + -10 ഇൻറ്റു എക്സ് പ്ലസ് 8 ഇൻറ്റു -10. 8 + -10 എത്രയാ? ഇത് ചെയ്തില്ലല്ലോ അല്ലേ. -10 + 8 എത്രയാ? x² -10 + 8 -2x -80. ഇവിടെ അതേപോലെ തന്നെ 8 + -10 എത്രയാ? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. അപ്പോൾ 8 നിന്ന് 10 8 പോയാൽ 2 ആണ്, വലുതിൻ്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പോൾ -2x -80. കണ്ടോ, ആൻസർ രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് കിട്ടുന്നില്ല, ഐഡൻറ്റിറ്റി മാത്രം ഉപയോഗിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും കരുതി കുത്തിരിക്കരുത്. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ നമ്പറിനെയും സെക്കൻഡ് ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം നമുക്ക്. 3x + 4 3x - 5. ഇവിടെ ഏത് ഐഡൻറ്റിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുക? ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റി പ്രകാരം x+a and x+b എന്നാണ്. ഇവിടെ എക്സ് ഒറ്റക്കല്ല, ഇവിടെ 3x എന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഫസ്റ്റ് ബ്രാക്കറ്റിനുള്ളിൽ ഓരോന്നിനെയും രണ്ടാമത്തെ ബ്രാക്കറ്റിനുള്ളിലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നിന്നൊരു 3നെ കോമൺ ആയിട്ട് പുറത്തെടുക്കണം. ഓക്കെ, ഇവിടെ നിന്ന് ഒരു 3 പോയി. ഈ 4 നിന്ന് 3നെ എടുക്കുക എന്ന് പറയുമ്പോൾ ബാക്കി കാണാൻ എന്ത് ചെയ്യണം? 4/3 എന്ന് കൊടുക്കണം. ഓക്കെ, ഒരു നമ്പറിൽ നിന്ന് നമുക്ക് എടുത്തുകൊണ്ട് ബാക്കി കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്, അല്ലാതെ 4-ന്ന് 3 കുറക്കല്ല വേണ്ടി. ഓക്കെ, 4-ന്ന് 3 കുറക്കല്ല വേണ്ടത്. എന്താ വേണ്ടത്? അതിനെ ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് ബ്രാക്കറ്റിന് പുറത്തെടുക്കുമ്പോൾ. ഇവിടെ അതേപോലെ തന്നെ 3നെ പുറത്തെടുത്തു,
5 3 പോയി കഴിഞ്ഞാൽ 5/3 കണ്ടോ. ഇപ്പോൾ ആദ്യം ഇതിൽ ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യാം, അതിനുശേഷം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് ചെയ്യട്ടോ. യൂസിങ് ഐഡൻറ്റിറ്റി എന്നായതുകൊണ്ട് നമ്മൾ ആ മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, 3 അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിൽ കൊടുക്കുക. x² പ്ലസ് a പ്ലസ് ബി എന്നാണ്. a 4/3 ആണ്, b -5/3 ആണ്. സൈൻ ശ്രദ്ധിക്കണേ. പ്ലസ് 4/3 ഇൻറ്റു -5/3 വരും. ചെയ്യുക. x² രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പോൾ ഡിനോമിനേറ്റർ എഴുതി. 4 - 5 -1 മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 5 20, 3 × 3 9. ഓക്കെ, എല്ലാത്തിനെയും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഉള്ളിലേക്ക്. അപ്പോൾ അത് ഇങ്ങനെ വരും 3x². ഇവിടെ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 3 ക്യാൻസൽ ചെയ്താണ് -x ആവും. ഇവിടെ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ 9 3 ആയിട്ട് കട്ട് ചെയ്താണ് എന്താവും 3 ആവും. ഇപ്പോഴും ആൻസർ കീയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഓപ്ഷനോ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ അതിൽ ഉണ്ടാവില്ല. അപ്പം നമ്മൾ വീണ്ടും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? 3 × 3 9 വരും. ഇവിടെ 3x വരും. ഇവിടെ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 3 പോയാണ്ട് -20 എന്നാവും. ഇതായിരിക്കും നമ്മളുടെ ഓപ്ഷനിൽ ഉണ്ടാവുന്ന ആൻസർ. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ നമ്പറിനെയും രണ്ടാമത്തെ ബ്രാക്കറ്റിനുള്ളിലുള്ള നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 3x × 3x എന്താവും? 9x² ആവും. ദെൻ 3x × -5 എന്താവും? -15x ആവും. അടുത്ത് 4 × 3x എന്താവും? +12x ആവും. ദെൻ 4 × -5 എന്താവും? -20 ആവും. ദെൻ -5 + 12 ചെയ്യുമ്പോൾ -3 കിട്ടും. അപ്പോൾ നമ്മളുടെ കറക്റ്റ് ആൻസർ ആയില്ലേ? ഓക്കെ, 9x² -3x -20 എന്നാവും. ക്ലിയർ? ഇനി നമുക്ക് നാലാമത്തെ നോക്കാം. നാലാമത്തെ എന്താണ്? 3 - 2x 3 + 2x ആണ്. 4ൻ്റെ മുമ്പ് 5 ആണ് കാണിച്ചത്. 4 അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ 5 കാണിച്ചുകൊണ്ട് 5 നമുക്ക് ആദ്യം നോക്കാം. ഇത് a - b × a + b അല്ലേ നോക്കിയേ, അല്ലെങ്കിൽ x - y × x + y അല്ലേ. എന്താണ് x - y × x + y? അത് x² - y² ആണ്. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി നമ്മളിതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ x 3 ആണ്, y 2x ആണ്. അപ്പോൾ 3ൻ്റെ സ്ക്വയർ 9 കിട്ടും, 2xൻ്റെ സ്ക്വയർ 4x² എന്നും കിട്ടും. അപ്പോൾ 9 - 4x² എന്ന് വരും. ഇനി നാലാമത്തെ നോക്കാം നമുക്ക്. y² + 3/2 × y² - 3/2. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ y² കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ x എടുക്കുക, 3/2 കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ y എടുക്കുക. അപ്പോൾ x + y × x - y എന്നല്ലേ അല്ലേ? അപ്പോൾ x + y × x - y എന്താണ്? x² - y² ആണ്. ഇവിടുത്തെ x y² ആണ്. അപ്പോൾ y² - 3/2ൻ്റെ സ്ക്വയർ വരും. y² the whole square എന്ന് വരും. കണ്ടോ? ഇവിടുത്തെ x കംപ്ലീറ്റ് y² ആണ്. അപ്പോൾ y² the whole square - 3/2ൻ്റെ സ്ക്വയർ. y² the whole raised to 2 എന്താവും? y4 ആവും. ഇതോ 9/4 ആവും. അപ്പോൾ y4 - 9/4 എന്ന് വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ഇവാലുവേറ്റ് ദ ഫോളോയിങ് പ്രൊഡക്ട്സ് വിത്തൗട്ട് മൾട്ടിപ്ലൈങ് ഡയറക്റ്റ്ലി. ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ താഴെ തന്നിട്ടുള്ള ഓരോന്നിൻ്റെയും പ്രൊഡക്റ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുക. ഇത്രയേ അതിൽ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് ഇതിൽ ഓരോന്നിൻ്റെയും പ്രൊഡക്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മളുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് 103 × 107 ആണ്. എങ്ങനെയാണ് 103 × 107 നമുക്കറിയാവുന്ന ഒരു ഐഡൻറ്റിറ്റിയിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റുക? 100 + 3 × 100 + 7 എന്ന് എഴുതി കൂടെ അല്ലേ? ഇപ്പോൾ അത് x + a × x + b എന്ന ഫോർമാറ്റിലോട്ടായില്ലേ? എന്താണ് x + a × x + b? തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനുകൾ നമ്മൾ യൂസ് ചെയ്ത ഐഡൻറ്റിറ്റി x² + a + b × x + a × b. x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. അപ്പോൾ 100ൻ്റെ സ്ക്വയർ. പിന്നെ a + b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 + 7 × x എന്ന് പറഞ്ഞാൽ 100 + 3 × 7. 100ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10,000 വരും. 3 + 7 10 വരും. അപ്പോൾ 10 × 100 പ്ലസ് 3 × 21. 10 × 100 എത്രയാണ്? 1000. ഇനി ഇതെല്ലാം കൂടിയും കൂട്ടിയാൽ മതി. 10,000ത്തിലോട്ട് 1000 കൂട്ടിയാൽ 1 10 100 1000 11,000 ആയി. അതിലേക്ക് ഒരു 21 കൂടിയും കൂട്ടിയാൽ 11,021 ആയി. 11,021 എന്ന് കിട്ടും. ഓക്കെ,
ഇനി രണ്ടാമത്തത് 95 × 96 എന്നാണ്. 95നെ 90 + 5 എഴുതുന്നതിലാറ് സുഖം 100 - 5 100 - 4 എന്ന് എഴുതുന്നതല്ലേ. ഓക്കെ, ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. 100 + -5 100 + -4 എന്ന് എഴുതാം. ഇപ്പോൾ x + a × x + b ആയില്ലേ. ആദ്യം x², അപ്പോൾ 100ൻ്റെ സ്ക്വയർ, പിന്നെ -5 - 4 × 100 -5 × -4. 100ൻ്റെ സ്ക്വയർ 10000 കിട്ടും. ദെൻ -5 - 4 -9 കിട്ടും. ദെൻ -9 × 100 -900 കിട്ടും. ഇനി 10000 അതിൽ നിന്ന് 900 അഥവാ 900 സബ്ട്രാക്ട് ചെയ്യണം. 0 0 10 9 പോയാൽ 1, ഇവിടെ 9 വരും. ഓക്കെ, ഇവിടെ പിന്നെ 0 ആയി. ദെൻ അടുത്ത +20 വരും. അതിലേക്കൊരു 20 ആഡ് ചെയ്യണം. സോ 9120 എന്ന് കിട്ടും. ഓക്കെ, 9120 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 104 എവിടെ 104 × 96 എന്നാണ്. 104 × 96നെ നമുക്ക് എങ്ങനെ ചെയ്യാം? 100 + 4 എങ്ങനെയാ? 100 + 4 100 - 4 എന്നെടുക്കാം. ഓക്കെ, 100 + 4 × 100 - 4 എന്നെടുക്കാം. ഇതിപ്പോൾ a + b അല്ലെങ്കിൽ x + y × x - y എന്ന് പറഞ്ഞ ഫോർമാറ്റിലായി. x + y × x - y എന്ന് പറയുന്ന ഫോർമാറ്റിലായി. അപ്പോൾ x + y × x - y എന്താണ്? x² - y². അപ്പോൾ 100ൻ്റെ സ്ക്വയർ -4ൻ്റെ സ്ക്വയർ. അപ്പോൾ 100ൻ്റെ സ്ക്വയർ 10000. അതിൽ നിന്ന് 4ൻ്റെ സ്ക്വയറായ 16 മൈനസ് ചെയ്യാം. 10000 നിന്ന് 16 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 9984 ഉണ്ടാവും. ഓക്കെ.